ദി ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. കോഴിക്കോട് ഫുട്ബോൾ ആവേശം അതിരുവിടുന്നതിൽ മുന്നറിയിപ്പുമായി സിറ്റി പോലീസ് കമ്മീഷണർ. അപകടകരമായി ഓടിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് താക്കീത്. വിജയാഘോഷത്തിന്റെ പേരിൽ സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കരുത് എന്നും അപകടകരമായി വാഹനം ഓടിക്കുന്നവർക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കൂടി കമ്മീഷണർ ഷൗക്കത്ത് അലി അറിയിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഈ ഫുട്ബോൾ ലോകകപ്പ് ഏറ്റവും ആവേശത്തോടു കൂടിയാണ് കേരളം ഒട്ടാകെ സ്വീകരിക്കുന്നത്. അതിൽ തന്നെ മലബാർ മേഖലയിൽ കോഴിക്കോടൊക്കെ പ്രത്യേകിച്ച് ഈ അർജന്റീനയുടെയും ഇതിന് മുൻപായിരുന്നെങ്കിൽ ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ഒക്കെ മത്സരത്തിന് ശേഷം ആരാധകർ തെരുവിലേക്ക് ഇറങ്ങുകയും ആഘോഷം സംഘടിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഒരു രസമാണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. പക്ഷേ അതിനൊരു പരിധി വേണം എന്നുള്ളതാണോ ഇപ്പോൾ മുന്നറിയിപ്പ്? എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്? പ്രത്യേകിച്ച് ഇനിയിപ്പോൾ സെമിയും ഫൈനലും ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ആവേശമായിരിക്കില്ല, അതിനപ്പുറമുള്ള ആവേശമായിരിക്കും ഇനി കാണാൻ പോകുന്നത്. ഷിഹാസ്, മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ ഈ ഫുട്ബോൾ ആവേശം അത് വലിയ രീതിയിലുണ്ട്. നമ്മൾ കാണാറുള്ളതാണ്. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ഒക്കെ ആരാധകർ ഈ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ശേഷം തെരുവിലിറങ്ങിയാൽ ഉൾപ്പെടെ ഈ ആവേശം കാണിക്കാറുണ്ട്. അവർ ആഘോഷ പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഈ ആവേശമൊക്കെ അതിര് കടക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. അതായത് തെരുവിലിറങ്ങി വാഹനങ്ങളിലൊക്കെ കയറിയുള്ള ആവേശത്തിലാണ് ഒരു നിയന്ത്രണം ഇപ്പോൾ പോലീസ് ഒരു മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. പലപ്പോഴും വാഹനത്തിന് മുകളിൽ കയറി അഭ്യാസ പ്രകടനങ്ങൾ നടത്തുക, കൊടി വീശുക, ഹെൽമറ്റ് ഇല്ലാതെ ലൈസൻസ് ഇല്ലാതെയൊക്കെ വാഹനങ്ങൾ നടത്തുക, സ്വൈര്യ ജീവിതത്തിന് തടസ്സം വരുത്തുന്ന രീതിയിലുള്ള ഇത്തരം ആഘോഷ പ്രകടനങ്ങൾ, പലപ്പോഴും പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷ പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു നിയന്ത്രണം വേണം. അത് അപകടകരമായ രീതിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായ ഷൗക്കത്ത് അലി നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അപകടകരമായ രീതിയിലേക്ക് സ്വൈര്യ ജീവിതത്തിന് വിഘാതമുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ആഘോഷ പ്രകടനങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ കമ്മീഷണർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, അങ്ങനെ വാഹനങ്ങളിൽ ഒക്കെ ഇത്തരം രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വാഹനങ്ങൾ പിടിച്ചെടുക്കും, കോടതിയിൽ ഹാജരാക്കും എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ കമ്മീഷണർ മുന്നറിയിപ്പായി പറയുന്നുണ്ട്. ശരി അഭിജിത്ത്, അതായത് ഫുട്ബോൾ ആവേശം നല്ലതാണ്, ഓരോ ടീമിനോടും താരങ്ങളോടുമുള്ള സ്നേഹം നല്ലതാണ്, ആഘോഷവും കാര്യങ്ങളൊക്കെ നടന്നുകൊള്ളട്ടെ. പക്ഷേ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാവണം. സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ ഒരു ആഘോഷത്തിന്റെ രൂപം മാറിക്കഴിഞ്ഞാൽ പോലീസ് ഇടപെടും. ഇതാണ് പോലീസ്